ലുലു സെലിബ്രേറ്റ് വർദ്ധല ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവലിലേക്ക് സ്വാഗതം. എന്തൊരു പ്രേമം ബിന്ദു, എന്ത് രസമുണ്ട്. ഒരു പ്രണയലേഖനം എഴുതുമ്പോൾ ഇതിൽ എന്തൊക്കെ എഴുതണം എന്നെനിക്ക് തീർച്ചയില്ല. Ani, you are a flirt, you know that. എങ്ങനെ സമ്മതിക്കാതിരിക്കും? ഈ രീതിക്കാണോ ഈ ഫ്ലർട്ട് എന്ന് പറയുന്നത്? മാഷ് പോലെ തന്നെ. ശ്രീനാഥ് ആദ്യമായിട്ട് സ്കൂൾ പോയ ദിവസം, ജനിച്ച സമയത്ത് ശ്രീനാഥിന്റെ തൂക്കം. നമ്മളുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷാജിത, ലക്ഷ്മി, റംസാന, അഞ്ജു ആൻഡ് അനു. നമ്മുടെ സ്പെഷ്യൽ ജഡ്ജസ്, ലെറ്റ്സ് വെൽക്കം കുലൂർ മാഷ് ആൻഡ് ചേച്ചി. നമുക്ക് ശ്രീനാഥും ദിവ്യന്റെയും പൊരുത്തം നോക്കാം. ലെറ്റ്സ് വെൽക്കം ദം. ആരോട് ചോദിക്കണം? ദിവ്യനോട് ചോദിച്ചോ. ദിവ്യ, അതെന്താ? അപ്പോൾ ഫോർ എ ചേഞ്ച് നമുക്ക് ശ്രീനാഥിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, യു വെയിറ്റ് ഔട്ട്സൈഡ്. റെഡി? ആദ്യമായിട്ട് ദിവ്യ സ്കൂൾ പോയ ദിവസം, ഡേറ്റ് അറിയില്ല. അറിയില്ല എന്നാണോ ഉത്തരം? അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം ഗെയിം. ആദ്യമായിട്ട് കഴിച്ച ഐസ്ക്രീം ഓർമ്മല്ലേ? അന്നത്തെ ബില്ല് എത്രയായിരുന്നു? 75. ഓക്കെ, അവസാന മാസം അടച്ച കറണ്ട് ബില്ല് എത്രയാ? 3800. 3800. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ എത്ര തലണ്ണ ഉണ്ട്? തലേണയോ? പില്ലോസ്. ആറ്. ഓക്കെ. ദിവ്യ ശ്രീനാഥിന് ഏറ്റവും ഒടുവിൽ അയച്ച SMS എന്താണ്? എത്താറായോ? ഓക്കെ. ശ്രീനാഥിന്റെ ഇഷ്ട ഹോബി? മ്യൂസിക്. ഓക്കെ. രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് കാണുന്ന TV പ്രോഗ്രാം ഏത് ടൈപ്പിന്റെ പ്രോഗ്രാമാണ്? ലൈക്ക് സീരിയലാണോ, ലൈക്ക് ന്യൂസ് ആണോ? നിങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്ന ഏത് ടൈപ്പിന്റെ പ്രോഗ്രാംസ് ആണ് TV-യിൽ? അതല്ല, അങ്ങനെയല്ല. നമ്മൾ വാട്ട് കൈൻഡ് ഓഫ്, ലൈക്ക് സീരിയൽസ് ആണോ, ന്യൂസ് ആണോ, ഫിക്ഷൻസ് ആണോ, കോമഡി ആണോ, അങ്ങനെ ഫിലിം ആണോ? മ്യൂസിക്. ഓക്കെ. ദിവ്യയെ ആശ്വസിപ്പിക്കാൻ ശ്രീനാഥ് ഉപയോഗിക്കുന്ന സൂത്രം? കണ്ണൂസേ പൊന്നെ എന്നൊക്കെ വിളിക്കും, അങ്ങനെ കുറച്ച് സ്വീറ്റ് ആയിട്ട്. ഓക്കെ. ശ്രീനാഥ് ഏറ്റവും കൂടുതൽ മടി കാണിക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും വാങ്ങിക്കൊണ്ടൊക്കെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെങ്ങനെ നീട്ടി മടി പിടിച്ചിരിക്കും. ഓക്കെ. ജനിച്ച സമയത്ത് കുഞ്ഞിന്റെ തൂക്കം എത്രയായിരുന്നു? 3,450. 3,450. 3 kg 450 grams. ഓക്കെ. നിങ്ങൾ അച്ഛൻ ആകാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ ദിവ്യയോട് ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? ഹഗ് ചെയ്തു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞതായിട്ട് ഓർക്കണില്ലേ? ഹഗ് ചെയ്തു. ഓക്കെ, ദിവ്യനെ വിളിച്ചു. ഓക്കെ, ലെറ്റ്സ് കോൾ ദിവ്യ. തിരിഞ്ഞിട്ടൊന്നും പറയില്ല. എനിക്ക് എന്തായാലും ഒരു വോള് വേണുണ്ടായിരുന്നു. എന്തായാലും ഓക്കെ. ശ്രീനാഥ് ആദ്യമായിട്ട് സ്കൂൾ പോയ ദിവസം? ഇപ്പൊ പറയാം. 81 ജനിച്ച് 82 1985 അതാണ് ഇയർ. ദിവസം എനിക്കറിയില്ല. ജൂൺ മാസത്തിലായിരിക്കും. ജൂൺ മാസം.
എന്തായാലും ജൂൺ 1-ാം ജൂൺ തീയതി മാസം ഫസ്റ്റ് വീക്ക് ആയിരിക്കും. ജൂൺ 2-ാം തീയതി. ജൂൺ 3. അതെ. മനസ്സിലായോ? ഇങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, ക്വസ്റ്റ്യൻ അതല്ല. ഓക്കെ, ആദ്യം അന്ന് ഓർമ്മല്ലേ ഫലൂദ കഴിച്ചത്? ആ, അതിന്റെ ബില്ല് എത്രയായിരുന്നു? ബിൽ ഞാൻ കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ഫലൂഡയ്ക്ക് നോർമലി 60 അല്ലെങ്കിൽ 70 ആണ്. നോട്ട് ഷുവർ. അപ്പോൾ എത്ര ഫലൂദ കഴിച്ചു? 1. മൊത്തം ടേബിളിൽ ഒരു അല്ല, കണ്ണേട്ടൻ സാൻഡ്വിച്ച് കഴിച്ചു. ആ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്ത് 100 മേ ബി. 100. ഓക്കെ, ശ്രീനാഥ് പറഞ്ഞു 175. 170. കുറച്ച് കുഴപ്പമില്ല. ശരി, രണ്ടാമത്തെ ചോദ്യം. അവസാന മാസം അടച്ച കറണ്ട് ബില്ല് എത്രയാണ്? 3,700 സംതിങ്. 3,000 above. അപ്പോൾ എത്രയാ പറയണ്ടേ? 4,000 above അല്ല. ഐ തിങ്ക് 4,000 3,750 ആണോ? ബിക്കോസ് അതാണ് എപ്പോഴും ഒരു മന്ത്ലി വരാറ്. 4,000 ഐ ഗെസ്. ശ്രീനാഥ് എത്രയാ പറഞ്ഞേ? 3,800. അയേഷ്. കുഴപ്പമില്ല, 50 rupees അല്ല നമ്മൾ. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ എത്ര തലനുണ്ട്? 6. കിട്ടിയില്ല. ഓക്കെ, ദിവ്യ ശ്രീനാഥിന് അവസാനം അയച്ച SMS എന്താണ്? എവിടെയാണോന്നോ, എപ്പോൾ വരുമെന്നോ, സംതിങ് ദാറ്റ്. ആലോചിച്ച് നോക്കൂ. വെൻ വിൽ യു കം? ആ, നമുക്ക് അത് എടുക്കാം. വെൻ വിൽ യു കം? എത്താറായോ എന്നാണ് ശ്രീനാഥ് പറഞ്ഞത്. കറക്റ്റ്, സെയിം. ഓക്കെ, ശ്രീനാഥിൻ്റെ ഇഷ്ട ഹോബി? വർക്കിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. വർക്കിംഗ് ആണോ? ഏറ്റവും ഇഷ്ടം അതാണ്. ഹോബി 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 നെറ്റിൽ സർഫിംഗ് ഉണ്ട്. ആനിമൽസിനെ പരിചരണം ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ആൻസർ പറയൂ. സർഫിംഗ്. സർഫിംഗ്. എന്താ പറഞ്ഞേ? മ്യൂസിക്. ഓ, ഇന്നാണ് അറിഞ്ഞത്. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് കാണുന്നത് ഏത് തരം TV പ്രോഗ്രാമാണ്? ലൈക്ക് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മൂവീസ്. അപ്പോൾ ഏത് ടൈപ്പ്? മ്യൂസിക്, മൂവീസ്. ഏതൊക്കെ ഒന്ന് പറയോ? മൂവീസ്. പറയൂ. ജസ്റ്റ് മ്യൂസിക്. ഞാൻ ഇങ്ങനെ വരെ കാണിച്ചു. പറയൂ. ഓക്കെ, ദിവ്യയെ ആശ്വസിപ്പിക്കാൻ ശ്രീനാഥ് ഉപയോഗിക്കുന്ന സൂത്രം സ്നേഹം. എങ്ങനെ? കണ്ടൂസെന്നൊന്ന് വിളിച്ചാൽ മതി. എന്താ ഓക്കെ, ശ്രീനാഥ് ഏറ്റവും കൂടുതൽ മടി കാണിക്കുന്നത് എന്തിനാണ്? പറയത്തൊക്കെ അത്ര വലിയ മടിയില്ല, എന്നാലും സമയത്ത് ഇറങ്ങാൻ പറയാൻ. സമയത്ത് ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 8 o'clock പോകണമെന്ന് പറഞ്ഞാൽ 7:30 ആൾ എണീക്കുള്ളൂ. 8 തന്നെ പോവും, പക്ഷെ എന്നാലും ഒരു 7 എണീക്കാൻ പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. വേറെ അങ്ങനെ മടി അങ്ങനെ ഇല്ല. മടിയില്ല. മടി എന്താണ്? പുറത്തേക്ക് പോകാൻ പറയുമ്പോൾ. അല്ല, നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാം. പുറത്ത് പോകാൻ പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അല്ല എന്തെങ്കിലും മേടിക്കാൻ പറയുമ്പോൾ അവിടെ അതിനെങ്ങനെ നീട്ടി ഡിലേ ചെയ്യാൻ. സോ ഡിലേയിങ് എനിത്തിങ്. ഓക്കെ, ജനിച്ച സമയത്ത് ശ്രീനാഥിന്റെ തൂക്കം? 3.5. 3.5 ആണ് തോന്നുന്നു. 3.5 അല്ലെങ്കിൽ ബിറ്റ്വീൻ 3.5 and 4. 4 ആവാം. എന്തായാലും നിങ്ങളുടെ കുഞ്ഞിന്റെ തൂക്കം? 3,540.
എന്നാ മാപ്പിളേ 3,550. 3,450. No, 3,540. I think അതിൻ്റെ ഒരു 5 ഇങ്ങോട്ട് അങ്ങനെ 3,540 ആണ്. ഓഹോ ഓക്കെ. അച്ഛനാകാൻ പോകുന്നു എന്ന് ശ്രീനാഥിനോട് പറഞ്ഞപ്പോൾ ശ്രീനാഥ് ദിവ്യയുടെ അടുത്ത് എന്താ പറഞ്ഞത്? നല്ല സന്തോഷമായിരുന്നു. എന്തായാലും എനിക്കത് പറഞ്ഞത് വി ആർ സോ ലക്കീന്ന് എന്താ പറഞ്ഞു. ഹഗ് ചെയ്തു. Yeah, right. I'm so sorry. I'm sorry. It's okay, fine. Okay, that doesn't make them less romantic. 4 out of 10. Okay, so എങ്ങനെയുണ്ടായിരുന്നു ചോദ്യങ്ങൾ? ഒറ്റ അമ്മ കട് കട്ടിയായിരുന്നു. Questions കുറച്ച് tough. ഭയങ്കര ടഫായിരുന്നു. കുറച്ച്. ഓക്കെ ചേച്ചി. ദിവ്യ ആദ്യമേ റിസൈൻഡ് ആയിരുന്നോ? ഇത് എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് റിസൈൻഡ് ആയിട്ടാണോ ആദ്യമേ വന്നത്? അല്ലല്ല, ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന വിചാരിച്ചു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഐ തോട്ട് ചിലപ്പോൾ ഈസി ആയിരിക്കും ആ എക്സ്പെക്ടേഷൻ. ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും കറക്റ്റിന്റെ എങ്ങനെ എഡ്ജിൽ വന്നിട്ട് പോയതാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 540 എന്നുള്ളത് 450 അത് അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു പോയി. അത് അൺലക്കിയാണ്. എന്റർടൈൻമെന്റ്, മ്യൂസിക്, മൂവീസ് മ്യൂസിക് വന്ന് പക്ഷെ അത് പോയി. പിന്നെ ഹഗ് ചെയ്തത് അത് പറയുന്നു വിചാരിച്ചു. അയ്യോ മാഡം, ആക്ച്വലി കാറിൽ വെച്ചായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് റിസൾട്ട് വന്നപ്പം എനിക്കിങ്ങനെ എന്താ പറയണമെന്നില്ല. കടയുടെ അപ്പം തന്നെ ഇങ്ങനെ പിടിച്ചു. എനിക്ക് തോന്നുന്നു ജനറലി കുറച്ച് അൺലക്കി ആയി പോയി. അതുകൊണ്ടാണ്. സോറി അല്ലേ. പോട്ടെ, നെക്സ്റ്റ് ടൈം കേട്ടോ. സ്പെസിഫിക്കായി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിനോട് അടുത്ത ഉത്തരങ്ങൾ പറഞ്ഞു എന്ന് തന്നെയാണ്. അതിന് കാരണം ദിവ്യ കലാകാരിയാണ്. വസ്തുതകളിൽ കൂടുതൽ ഭാവനാസമ്പന്നമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഒരു പക്ഷേ അതിന് എന്താ പറയുക, റൈറ്റ് ബ്രെയിൻ കൂടുതൽ എഫക്റ്റീവായിട്ട് നടക്കുന്നതുകൊണ്ടാണത്. ലെഫ്റ്റ് ബ്രെയിൻ കൂടി വർക്ക് കൊടുക്കുന്നവർക്ക് മാത്രമേ ഈ ഡേറ്റുകൾ അതുപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ബില്ലിൻ്റെ കണക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. ഏതാണ് മിടുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ചോദ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ ആയിരുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. അല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. ഈ ഡാൻസ് പോലെ തന്നെ ജീവിതത്തിൽ ആവശ്യം ഇത് രണ്ടുമാണ്. ഇപ്പോൾ ഇമോഷണലായിട്ടുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾ പറഞ്ഞു അല്ലേ, കന്നൂസേ എന്നുള്ള വിളിയിലാണ് എന്നെ സാന്ത്വനപ്പെടുത്തുന്നതെന്ന്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം അതാണ് എപ്പോഴും നമ്മുടെ തലച്ചോറിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ അറിയാനാണിത്. പിന്നെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ചില മാർക്കുകളൊക്കെ വെക്കുന്നു എന്ന് മാത്രം. ഷാജിദ, ആ കണ്ണൂസ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ തമ്മിൽ 9 പൊരുത്തം ഉണ്ടായിരുന്നെങ്കിലും 9 ആൻസർ പറഞ്ഞിരുന്നെങ്കിലും ഒരു പൊരുത്തം ഇല്ലാന്ന് ഞാൻ വിചാരിച്ചത്. അതാണ് കാരണം. എത്ര ഇതായിട്ടിരുന്നാലും നമ്മളെ വിളിക്കുന്ന ചെല്ലപ്പേരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അലിഞ്ഞില്ലാതാവും. എന്തിനാ കരയണേ? കന്നൂസേ ഒന്ന് വിളിച്ചു നോക്കൂ. ഒന്ന് വിളിച്ചേ. ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാലോ. ഓക്കെ ലക്ഷ്മി, ഒരു കാര്യത്തിലും വിഷമിക്കണ്ട. ഈ 10 ക്വസ്റ്റ്യൻ 100-ൽ 1% മാത്രമാണ്. ബാക്കി 99%ഉം ദിവ്യയും ശ്രീനാഥും നല്ലപോലെ മനസ്സിലാക്കി തന്നെ ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ റംസാന. ഇന്ന് ലക്കി അല്ലായിരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്നുമില്ല. ഇപ്പം വന്നപ്പോൾ അവൾക്കൊരു ടെൻഷനായിപ്പോയി കേട്ടോ. ഫസ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് പിന്നെ അങ്ങ് പറയാൻ വയ്യാതായിപ്പോയി. അതല്ല ഒന്നുമില്ല. ഓക്കെ അഞ്ജു. ചെറിയ മിസ്റ്റേക്കിലല്ലേ പോയത്. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് അടുത്തടുത്തൊക്കെ വന്നു. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു. ഓക്കെ അനു. ഈ ആൻസർ എല്ലാം പറഞ്ഞുകൊണ്ട് റിലേഷൻഷിപ്പ് ഭയങ്കര വന്നു. ആൻസർ പറയാതിരുന്നുകൊണ്ട് റിലേഷൻഷിപ്പ് ഒട്ടും ഇല്ലയെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് കുറേ ഓർമ്മശക്തി ഉണ്ടോ, കുറേ കാര്യങ്ങൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അറിയാമോ എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ വിഷമിക്കൊന്നും വേണ്ട.
ഓക്കെ 4 out of 10. Not bad. അതെ. നമുക്ക് അനീൻ്റെ ലവ് ലെറ്റർ കേൾക്കാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ലെനിക്ക്, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 9 വർഷങ്ങൾ കഴിഞ്ഞുവല്ലോ. ഇന്ന് എല്ലാവരും കാണുന്ന എന്നെ ഇങ്ങനെയാക്കിയ നിനക്ക് ഒരു പ്രണയലേഖനം എഴുതുമ്പോൾ ഇതിലെന്തൊക്കെ എഴുതണം എന്നെനിക്ക് തീർച്ചയില്ല. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഈ കത്ത് വെറുതെ അല്ല ഭാര്യയിൽ വന്നതുകൊണ്ട് മാത്രം ഞാൻ എഴുതുന്നതാണ്. ഈ കത്തിൻ്റെ കാരണം അതാണെങ്കിലും എനിക്കറിയാം ഇത് വായിക്കുമ്പോൾ നീ എത്ര മാത്രം സന്തോഷവതിയാകുമെന്ന്. കാരണം ഞാൻ വിവാഹത്തിന് മുൻപ് എഴുതിയിരുന്ന കത്തുകൾ നിന്നെ എത്രമാത്രം സന്തോഷവതിയാക്കിയിരുന്നു എന്ന എൻ്റെ തിരിച്ചറിവ് തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും നിനക്ക് ഓരോ പ്രണയലേഖനങ്ങൾ എഴുതി തരാമായിരുന്നു എന്ന്. കാരണം ഇത് എഴുതുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണെന്നും എൻ്റെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാകുന്നതായും എനിക്ക് തോന്നുന്നു. കാരണം നീയും നിൻ്റെ നിഷ്കളങ്കമായ ചിരിയും മുഖവും അല്ലാതെ വേറൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിൻ്റെ ഏറ്റവും വലിയ ചില ജീവിതാഭിലാഷങ്ങൾ മാറ്റിവെച്ച് എന്നോടൊപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു നീ. നിൻ്റെ ജീവിതം തന്നെ എനിക്ക് വേണ്ടി തന്ന നിൻ്റെ സ്നേഹത്തിൻ്റെ പവിത്രതയും ആഴവും മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലായി എന്തു വേണം? ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ യാത്രയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും എന്നോടൊപ്പം നീ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു പരാതികളും ഇല്ലാതെ എന്നോടൊപ്പം ജീവിക്കുന്നു. നിന്നെ ജീവിതസഖിയായി കിട്ടിയതിൽ എനിക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. കാരണം ഞാൻ ഒരിക്കലും ഒരു നല്ല കാമുകൻ പോലും ആയിരുന്നില്ലല്ലോ. എല്ലാത്തിലും ഉപരി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ മോൻ. അവൻ്റെ ജനനത്തിനും കാരണമായ നീ തന്നെയാണ് എനിക്കിന്ന് എന്നേക്കാൾ വലുത്. നിൻ്റെയും മോൻ്റെയും സന്തോഷം, നിങ്ങളുടെ ഭാവി, അതിനു വേണ്ടിയാണ് ഇപ്പോഴുള്ള എൻ്റെ ജീവിതം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ബാക്കിയുള്ള കാലം ജീവിക്കാൻ പറ്റുക എന്നത് തന്നെയാണ് എന്നെ ഇന്ന് ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. നീയും മോനും തരുന്ന സന്തോഷം, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിമിഷങ്ങൾ, ഇതിനൊന്നും അവസാനം ഉണ്ടാവരുതേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ചില വിഷമങ്ങൾ, എന്നെപ്പറ്റി പറയാറുള്ള പരാതികൾ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. കൂട്ടുകൂടുന്നത് കൂടുതലാണെന്നല്ലേ നിൻ്റെ പ്രധാന പരാതി? എന്നാൽ ഇനി ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടൊന്നും നിന്നോടുള്ളതിൻ്റെ ഒരംശം പോലും ഇഷ്ടമില്ല. അതോർത്ത് ഇനി വേവലാതിപ്പെടേണ്ട. അത് നിർത്താൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. കുറേ കാര്യങ്ങളിൽ നീ എന്നെ സഹിക്കുന്നില്ലേ, അതിൻ്റെ കൂടെ ഇതും കൂടി ദയവായി സഹിക്കുക. തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? നിന്നെ എനിക്ക് വിട്ടു തന്ന നിൻ്റെ പപ്പ, മമ്മി എല്ലാവരെയും എൻ്റെ അന്വേഷണം അറിയിക്കുക. ഇത് ഫ്ലോറിൽ വായിക്കേണ്ടതായി വരുമെന്ന് തോന്നുന്നു. ഇനി അടുത്ത ടാസ്ക് കിട്ടുമ്പോൾ ലവ് ലെറ്റർ എഴുതി തരാം. അതുവരെ വെയിറ്റ് ചെയ്യണേ. നിൻ്റെ മാത്രം അനിച്ചായൻ. ഇത് കഴിഞ്ഞ് നീ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഓരോരോ സോറി ലെറ്റർ വേണം. ഇത് വരും, ഇത് ടെലികാസ്റ്റ് ആവുമ്പോ അവർ കാണുമ്പോ. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ലവ് ലെറ്റർ ചെയ്ത് കല്യാണത്തിന് മുമ്പ് കുറേ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിർബന്ധിച്ച് എഴുതിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സീനിയേഴ്സിൻ്റെ കൈ കൊടുത്ത് എൻ്റെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി തരുമായിരുന്നു. അതിനേക്കാളിലൊക്കെ ഒരുപാട് മനോഹരമായിരുന്നു ഇത്. അത് ചോറ് കഴിച്ചോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ എന്തോ എഴുതണ്ടേ, എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇങ്ങോട്ട്. ഇത് ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന, ഞാൻ ഓർത്തില്ല ഇത്രയും നല്ലതായിട്ട് ഓർത്തോരോന്ന് എഴുതാൻ പറ്റുമെന്ന്. അല്ല, പക്ഷെ ഭയങ്കര ജെന്യുവിനിറ്റി ഉണ്ടായിരുന്നു ഇതിൽ. അനി പറഞ്ഞ പോലെ എന്താ പറയുക,
എല്ലാം ഇത്ര ഒരുപാട് കാര്യങ്ങൾ സഹിക്കണ്ടല്ലോ, അങ്ങനെ ഈ ഒരു കാര്യം ഒന്ന് സഹിച്ചോളൂ. അത് ഭയങ്കര അനി യു ആർ എ ഫ്ലേർട്ട്, യു നോ ദാറ്റ്. നിർത്ത് പറഞ്ഞു ഇല്ല അത് നിർത്താൻ പറ്റില്ല. യു ആർ എ സ്വീറ്റ് ഫ്ലേർട്ട്. അങ്ങനൊന്നുമില്ല. ഗുഡ് കാസനോവ. എന്തായാലും ചേച്ചി എങ്ങനെ സമ്മതിക്കാതിരിക്കും? ഡെഫിനറ്റ്ലി ഈസ് എ ഫ്ലർട്ട്, ഒരു സംശയമില്ല. സമ്മതിക്കാതിരിക്കാനേ പറ്റില്ല. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈസ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്. അതിനേക്കാൾ ഉപരി ഏറ്റവും ഈ പറയുന്ന ഓരോ വാക്കും സത്യമാണ്. ഏറ്റവും പെഡസ്റ്റലിൽ വെച്ചേക്കുന്നത് ലെനിയാണ്. ബിക്കോസ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ലെനിയുടെ വാല്യൂ എനിക്കറിയാം, കുറേ പേര് കണ്ടിട്ടുള്ളതുകൊണ്ട് ലെനിയുടെ വാല്യൂ അറിയാം. അതുകൊണ്ട് എപ്പോഴും ഞാൻ എൻ്റെ അനിയുടെ ലിമിറ്റേഷൻസും അറിയാം. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല, പക്ഷെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്നും ദുഃഖിപ്പിക്കരുതെന്നും ഏറ്റവും സന്തോഷിക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ പരാതികളും മാറി നിങ്ങൾ രണ്ടുപേരും ഏറ്റവും പരസ്പരം അറിയുന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കപ്പിൾസായി ഇവിടുന്ന് പോകുള്ളൂ എന്ന് നേരത്തെ എനിക്ക് സംശയമില്ല. ബിക്കോസ് അത്രയും നല്ല മനുഷ്യരാണ് നിങ്ങൾ രണ്ടുപേരും. ഫ്ലർട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഒരു പുരുഷൻ അങ്ങനെയാണെന്ന് സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അങ്ങനെയാണോ? അങ്ങനെയല്ല, നിങ്ങൾക്കും മനസ്സിലാവും. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ. അല്ലല്ല, നല്ല ഫ്ലേർട്ട് തന്നെയാണ്, മാഷ് പോലെ തന്നെ. അപ്പൊ ഞാൻ ഈ രീതിക്കാണോ ഈ ഫ്ലർട്ട് എന്ന് പറയുന്നത്? എന്റെ അമ്മോ, ഇത്ര കാലം ഞാൻ മനസ്സിലാക്കിയത് വേറെ എന്തോന്നായിരുന്നു. മോശമാണെന്ന് ഞാൻ പറഞ്ഞതില്ല. അല്ല, ഞാൻ മോശമാണെന്ന് പറഞ്ഞില്ല. അതിന്റെ കൃത്യമായ അർത്ഥം ഇതുപോലെയാണ് ഞാൻ എങ്കിൽ അതിൽ പരം ഭാഗ്യവാൻ ഞാനല്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. ഭാവിയിൽ പുതിയ കാമുകന്മാർക്ക് അതൊരു പാഠപുസ്തകമാക്കാൻ ഉപകരിക്കുമാറാകട്ടെ. താങ്ക് യു. ഒരു പ്രശ്നമാകുമെന്ന് പറയുന്നത് കൂട്ടുകാരുടെ കാര്യം എഴുതിയതാണ്. അതൊരു പ്രശ്നമാകും. നിന്റെ സ്നേഹത്തിന്റെ ഒരു അംശം പോലും ഇല്ല, നീ വിഷമിക്കുന്ന. അപ്പൊ കൂട്ടുകാർ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ ചോദിക്കും, ആഹാ ഞങ്ങളെ ഇത്രയും നാൾ പറ്റിക്കുവരുതല്ലേ. ഒന്നുമില്ല, അതൊക്കെ വിളിച്ച അതേ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ അതേ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലേ ഞാൻ പറയും. എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കാര്യമുണ്ടേ, അത്ര ശരിക്കും എനിക്ക് ലെനിയുടെ ഉള്ള ഇഷ്ടം വേറെ ആരോടും ഇല്ല. ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കണക്കിന് സത്യമാണ്. ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ രണ്ടാമത്തെ കണക്കിനോ? ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവരോട് നിന്നോടുള്ള അത്ര സ്നേഹം അവരോട് ഇല്ലെന്നാണ്. അത് സത്യമാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അംശം പോലും ഇല്ലാതെ എഴുതിയിട്ടുണ്ട്. ആണോ? സന്തോഷിക്കട്ടെ എന്നോർത്ത് എഴുതിയായിരിക്കും. കിട്ടും. ലക്ഷ്മി, ആ തുടക്കം തൊട്ടേ ലെനി ചേച്ചിയുടെ മുഖത്ത് ആ സന്തോഷം, ആ ചിരി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സ്നേഹം എന്തോരാണെന്നുള്ളത് അറിയാനും പറ്റുന്നുണ്ട്. വളരെ നല്ല കത്തായിരുന്നു. റംസാന. അനുചേട്ടൻ വെള്ളരിക്ക പട്ടണം മുതൽ ഒരു വലിയ കള്ളക്കാമുകനായിരുന്നു. അല്ല, ഇതുവരെ എഴുതിയതിൽ എനിക്കൊരു ലവ് ലെറ്റർ എന്ന് തോന്നിയത് ഇതാ. ബാക്കി എല്ലാവരും അപ്പോഴപ്പോഴും നടക്കുന്നതും ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇതൊരു കറക്റ്റ് ലവ് ലെറ്റർ. സത്യം പറഞ്ഞ ചേച്ചി, നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കൂല, ഇത്തിക്കൂടെ ഭയങ്കര അല്ലായിരുന്നോ? ഞാൻ ഭയങ്കരയായിരുന്നു, നല്ല ഒട്ടും ആയിരുന്നില്ല. നമുക്ക് കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ചേച്ചി ഉപയോഗിച്ചോണ്ടിരുന്നത്? നജീമിന് പറഞ്ഞു കൊടുക്കാനാണോ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. എന്ത് പൈങ്കിളി വാക്കുകളാണ് യൂസ് ചെയ്യാറുണ്ടായത്? പൊന്നെ, കരളെ, ചക്കുവേ, ഒന്ന് വിളിച്ചേ ചേട്ടാ. ഞാനെന്നത് വിളിച്ചാൽ ശരിയാവില്ല. ചേച്ചിയാണെങ്കിൽ ഇപ്പൊ അവര് പറഞ്ഞില്ല, അവര് ഒരു ഒത്ത ജോഡിയാ. കാരണം ചേച്ചിക്കാണെങ്കിൽ ഒരു ചെറിയ കാര്യം മതി കേട്ടാ, പെട്ടെന്ന് സങ്കടം വരും. എൻ്റെ അണിച്ചേട്ടനാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, എനിക്ക് 8 മണിക്ക് അത് വാങ്ങിക്കൊണ്ട് തരാന്ന് പറഞ്ഞതാ. ഇങ്ങനെ പറയും. പക്ഷെ അണിച്ചേട്ടൻ മൈൻഡ് ചെയ്യണ്ട, ഇത് എപ്പോഴും ഉള്ളതാ, ഇത്തിരി കഴിയുമ്പോൾ മാറിക്കോളും. ശരിക്കും ഞങ്ങളവിടെ കാണുന്ന കാര്യം. ഞാൻ പറഞ്ഞു ചേച്ചി പോട്ടെ ചേച്ചി, അത് ഇത്തിരി കഴിയുമ്പോൾ നീ മൈൻഡ് ചെയ്യേണ്ട റംസാന, അത് കഴിയുമ്പോൾ മാറിക്കോളും. ഇത് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ തീർന്നു. പക്ഷെ ഒത്ത ജോഡിയായിട്ടോ, അടിപൊളി. അഞ്ജു.
നല്ലൊരു ലവ് ലെറ്റർ ആയിരുന്നു ഇത്. അനിച്ചേട്ടൻ്റെ മനസ്സിൽ ലെനിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. എനിക്ക് ഒരു ലവ് ലെറ്ററിനേക്കാളും ഉപരി ഒരു ചേച്ചി ആശ്വസിപ്പിക്കലായിട്ടാണ് തോന്നിയത്. എനിക്ക് നിന്നോട് തന്നെയാണ് സ്നേഹം ഉറപ്പിച്ചു കൊടുക്കുന്ന പോലെ തോന്നി. നല്ല ലെറ്റർ ആയിരുന്നു. ഓക്കേ, മാർക്സ് 8.5. 9 മാർക്സ്. 9 മാർക്സ്. 8.5. 8.5. 8.5. 60 out of 70. Okay? Yeah. Entertaining performance മായിട്ട് വരാൻ പോണത് റോണി ആൻഡ് ബിന്ദു. ഈ ലുക്കാണ് ബെസ്റ്റ്. ഈ നല്ല മീശയും പോയി. അതെ, ഇതിന് വേണ്ടി പഠിച്ചതാ. അതെയോ? ഹോട്ടലിൽ എന്തായാലും ആള് കൂടും ഇങ്ങനെ ഉണ്ടെങ്കിൽ. ഓക്കെ, പാർവതി ചേച്ചി ഏറ്റവും ജാസ്തി എൻജോയ് ചെയ്തു. പാർവതി ചേച്ചി എല്ലാം അവിടെ എന്താ പറയാ ചാടുണ്ടായിരുന്നു. എന്തൊരു പ്രേമം ബിന്ദു, എന്ത് രസമുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നന്നായിരുന്നു. റോണി ഒന്നുകൂടെ കാണിക്കോ, കൈവച്ച് എങ്ങനെയത് കാണിക്കുക. എക്സലന്റ് എക്സലന്റ്. ഓക്കേ മാഷേ, എങ്ങനെയാ ചിരിക്കാതിരിക്കുക? രസം രസം രസം. ഒരു പരിഹാസമല്ല ഞാൻ പറഞ്ഞത്. ചിരി എന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോഴുള്ള ചിരിയാണത്. രസകരമായിരുന്നു കേട്ടോ, വളരെ രസകരമായിരുന്നു. താങ്ക് യു മാഷേ. ഷാജിദ, എനിക്ക് തോന്നുന്നത് ഈ ഒരുവിധം ഡാൻസ് അറിയാവുന്നവർ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഒന്നും അറിയത്തില്ലാത്തവർ കളിക്കുന്നത് ആസ്വദിക്കുന്നത്, അത് നന്നായിട്ടുണ്ട് കളിക്കുന്നത്. ഇപ്പം ആദ്യത്തെ
ഒരു പെർഫോമൻസിൽ നിന്നും ഇത്രത്തോളം വന്ന് അത് എനിക്കെന്തോ ഞാൻ അങ്ങ് നന്നായിട്ട് ആസ്വദിച്ചു റോൺസിൻ്റെ പെർഫോമൻസ്, ബിന്ദുവിൻ്റെ നല്ല നിറഞ്ഞ് നിന്ന് ആടി. എനിക്ക് ഭാവങ്ങളുണ്ടോ നല്ല നിറഞ്ഞ് സ്റ്റേജ് നിറച്ച് നിന്ന് കളിച്ചു നിങ്ങൾ ആ പാട്ടിനൊപ്പിച്ച്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ ലക്ഷ്മി, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, അത്ര നന്നായിട്ടായിരുന്നു ചേച്ചിയുടെ ഓരോ മൂവ്മെന്റ്. കുഞ്ഞു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയാട്ടി നടക്കില്ലേ, നല്ല സ്റ്റേജൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്, നല്ല കോസ്റ്റ്യൂം, ചേട്ടൻ്റെ പഴുതാര മീശയും നല്ല ചിരിയും കൊള്ളാം, നന്നായിട്ട് ചെയ്തു. ഓക്കെ റംസാന. റോൺ ചേട്ടാ, എനിക്ക് റോൺ ചേട്ടനെ ഫസ്റ്റ് ഈ കോസ്റ്റ്യൂമിൽ കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് പറയട്ടെ. മാനസമൈനേ വരൂ, ആ ഒരു തോന്നല എനിക്ക് ഉണ്ടായത് കേട്ടോ. നല്ല ക്യൂട്ട് പെർഫോമൻസ്, അടിപൊളി. ഓക്കെ അഞ്ജു. നന്നായിട്ട് ചിരിച്ച് നല്ല ഭംഗിയാണ്. ഞാൻ വിചാരിച്ചില്ല മിഞ്ചേച്ചി ഇത്രയ്ക്ക് ഭംഗിയായിട്ട് കളിക്കുന്നത്. കാരണം മിഞ്ചേച്ചി ഇത്ര നാണോ ഇത്തിരി ചമ്മലൊക്കെ കൂടുതലുള്ളല്ലേ. അപ്പം നല്ല ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ടല്ല ഫസ്റ്റ് അത് കളിച്ചു, അത് രണ്ടാമത്തേത്. അതിന്റെ ഒരു ഭയങ്കര ഒരു വ്യത്യാസം തോന്നില്ലേ? നന്നായിരുന്നു. ഓക്കെ അനു. സത്യം മാഷ ഒരു കൊച്ചുകുട്ടിയുടെ കൂടെ കളിക്കുന്ന പോലെ തോന്നി എനിക്ക് കണ്ടപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു, മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ മാർക്സ് ചോദിക്കാം. 9.5. 9.5. 9.5. 9.5. 9 മാർക്സ്. 9 marks. 9 marks. Oh, 65 out of 70 running. Couple game, Shahul and Aisha. Okay. ഭയങ്കര ഈസി ഗെയിമാണ് ഞാൻ തരാൻ പോണത്, നോക്കൂ. കുറേ കാൻഡിൽസ് ഞാൻ തരാൻ പോവാണ് നിങ്ങൾക്ക്, ഡിഫറെന്റ് സൈസസ്. ഓക്കെ ഷാഹുൽ, നിങ്ങൾ 2 പേര് ചേർന്നാണ് ഈ കാൻഡിൽസ് കത്തിക്കാൻ പോണത്. ഓക്കെ, ഷാഹുലിന്റെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടാവും, ആയിഷന്റെ കയ്യിൽ കൊള്ളി ഉണ്ടാവും. നിങ്ങൾ 2 പേർക്കും ഒരു കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, തീപ്പെട്ടി കൊള്ളി ആയിഷന്റെ അടുത്തുണ്ടാവും. നിങ്ങൾ പോയി അത് കത്തിക്കാം, അപ്പൊ തീ കത്തൂലേ, തിരിച്ചത് കൊണ്ടുവന്ന് ഉടനെ ഓടി വന്ന് വെച്ചിട്ട് മെഴുകുതിരി പോയിട്ട് ആയിഷനെ തെരഞ്ഞ് തീ കത്തിക്കുക. സപ്പോസ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചിത് വെക്കുക, പിന്നെ പോയിട്ട് ആയിഷനെ തരിക, പിന്നെയും പോയി തിരിച്ചു വരിക, പിന്നെ പോയിട്ട് പിന്നെ കത്തിക്കുക. കിട്ടിയില്ലെങ്കിൽ പിന്നെയും പോയി തിരിച്ചു വയ്ക്കുക. ആയിഷ, നിങ്ങൾക്ക് വേണമെങ്കിൽ പിപ്പി യൂസ് ചെയ്യേ. യെസ് ആണെങ്കിൽ 1, റോങ് ആണെങ്കിൽ 2. ഇത് ഒന്ന് നിങ്ങളുടെ ഈ പോക്കറ്റിലിടുമോ? ഇത് ഈ കൈ പുറത്തേ എടുക്കരുത്, ഈ കൈ മാത്രം യൂസ് ചെയ്യാം. യെസ്. ഓക്കെ, ആയിഷ ലെഫ്റ്റ് കൈ പിന്നിൽ. ഓക്കെ, ഷാഹുൽ 5 മിനിറ്റ് ആണ്. എത്ര കാൻഡിൽ കത്തിക്കാൻ പറ്റും എന്ന് മാത്രം നമുക്ക് നോക്കാം. ജാസ്തി കത്തിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി, ബോൾഡ് കേട്ടോ. ഓക്കെ, 5 മിനിറ്റ് ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇല്ലാന്ന് പറയണ്ടല്ലോ. ആ കാൻഡിൽ പോയിട്ട് ഡയറക്റ്റ് ചെയ്യൂ ആയിഷ. നോ 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 ആയിഷ, ഡയറക്റ്റ് ചെയ്യൂ. അവിടെയല്ല പോകേണ്ടത് ആയിഷ, ഇവിടെ നിൽക്കൂ ആയിഷ, പേടിക്കണ്ട നിങ്ങള്. ആ ഡയറക്റ്റ് ചെയ്യൂ. മെല്ലെ മെല്ലെ മെല്ലെ. എന്ത്
ആരുമില്ല എല്ലാം. ഓക്കെ, വൺ സെക് സ്റ്റോപ്പ്. ഐഷ, നമ്മളിവിടെ ചെയ്യണ എല്ലാ ടാസ്കും നമ്മളെല്ലാവരും ചെയ്ത് നോക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലാതെ നിങ്ങളെ വെച്ചിട്ട് അത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യല്ല. മെല്ലെ ഷാഹുൽ, കാം, കമ്പോസ്ഡ്, യു ആർ സ്പോർട്സ്മാൻ, യു നീഡ് ടു ഹാവ് ടാർഗറ്റ് ഓൺലി ഇൻ യുവർ തോട്ട്സ്. ഓക്കെ ഐഷ, വെപ്രാളമൊന്നും വേണ്ട, എല്ലാവരും ഉണ്ട് ഇവിടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മാം അവിടെ വെള്ളം ഉണ്ട് കേട്ടോ. ഡൈഗ അടിച്ചു ഐഷ. പോയി ഒറ്റക്കൈ. പോയി ഐഷ പറയണം ഫയർ പോയിന്ന്. One more minute. Seconds. 25. Okay, stop. ഇതില് എനിക്ക് തോന്നിയത് ഷാഹുൽ കുറച്ചും കൂടിയും ഒതുങ്ങി, വെപ്രാളം ഐഷ. എനിക്കതല്ല കൈ പൊള്ളു. അല്ല അങ്ങനെയൊന്നല്ല. അല്ല, നമ്മൾ തീപ്പട്ടി കൊള്ളി എങ്ങനെയാ പിടിക്കുക ഐഷ? നമ്മൾ ഓട്ടോമാറ്റിക് ഇങ്ങനെയാണോ ആരെങ്കിലും പിടിക്കുക? ഇങ്ങനെയല്ലേ പിടിക്കുക? അപ്പോഴല്ലേ കത്തുമ്പോ നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ ഇത് പൊട്ടൂലേ? ഓൺലി ബിക്കോസ് ഓഫ് ഷാഹുൽ. ഭയങ്കര ഈസിയാണ്. ബിക്കോസ് ഞാനിതിൽ ഒന്നും പിപ്പി ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ടെൻഷനായി ആയിഷനെ കണ്ടപ്പോൾ. എന്തായാലും ചേച്ചി, ഒരുപാട് പഠിക്കാനുള്ള ഒരു ഗെയിമായിരുന്നു ഇത്. ജീവിതം പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അപ്രതീക്ഷിതമാണ്, തീമേ കളിയാണ്. പലപ്പോഴും നമ്മൾ ഒന്ന് കണക്ക് തെറ്റിയാൽ നമ്മുടെ കൈ പൊള്ളാം, നമ്മൾ മറിഞ്ഞു വീഴാം. ഇത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഒരാളുടെ പിന്നാലെ ഒരാൾ കണ്ണ് മൂടി കെട്ടിയപ്പം അയാളുടെ പിന്നാലെ പുറയിൽ ഒരാൾ ഓടിയാൽ ജീവിതം ശരിയാവില്ല. അപ്പോൾ ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ വേറൊരാളെ എങ്ങനെ ഗൈഡ് ചെയ്യാം, അവരെ എങ്ങനെ ആ ലക്ഷ്യത്തിലെത്തിക്കാം എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ കൊച്ചുകുട്ടിയാവുന്നതും ആ ഒരു ഒതുങ്ങിയ ഭാര്യയാവുന്ന കൊള്ളാം. പക്ഷെ ഒരാളുടെ കണ്ണടഞ്ഞിരിക്കുമ്പോൾ അവിടെ ഞാനാണ് ഇനി അദ്ദേഹത്തിൻ്റെ കണ്ണ്, എനിക്കവിടെ ആ മാർഗമാണ് അവിടെ പ്രധാനം, അവിടെ വീഴുന്നതിൻ്റെ പിന്നാലെ ഓടുകയല്ല എന്ന് പറയുന്ന ഒരു ഡിസിഷൻ അതൊരു പക്ഷെ ലാക്കിങ് ആയിരിക്കും. പക്ഷേ ആ പ്ലാനിങ് ഓർമ്മപ്പെടുത്താനായിരിക്കും ഇങ്ങനെ ഒരു കളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ആ കളിയല്ല പ്രധാനം. എനിക്ക് എങ്ങനെയെങ്കിലും ഷാഹുലേട്ടനെ കിട്ടിയാൽ മതി, അങ്ങനെ മതി, ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തോറ്റു.
ചിലപ്പോൾ ഷാഹുലിൻ്റെ ഒരു സ്വപ്നമായിരിക്കും കയറാനായിട്ട് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വേണ്ട അങ്ങനെയൊന്നും പോയാൽ വീഴും, ഇവിടേക്ക് വാ ഇങ്ങ് വാ എന്ന് പറയരുത്. ആ വിട്ടുകൊടുത്ത് അത് അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് അത് ശരിയാക്കുന്നത്. അത് ഞാൻ റംസാനയുടെ ഒരു ക്വാളിറ്റി പറഞ്ഞു. റംസാനിക്ക് ഒരു കുലുക്കവും ഇല്ല, എന്ത് സംഭവിച്ചാലും ഞാനുണ്ടെന്ന് പറയും. ലക്ഷ്മിക്കും ഉണ്ട്, അത് ഉണ്ടായിരുന്നു. അത് 100%. പക്ഷെ ലക്ഷ്മിക്ക് ഒരു ചെറിയ നിലയ്ക്ക് എടുത്തിട്ട് പോയി ഒരു ഇൻസെക്യൂരിറ്റി. പക്ഷെ ഷീ കെയിം ഔട്ട് സോ വെൽ. ആ ആറ്റിറ്റ്യൂഡൊക്കെ കറക്റ്റായിരുന്നു. പക്ഷെ അത് അകത്തുനിന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ച്വലി അത് ചെയ്തെടുക്കണം. ആയിഷയെ സംബന്ധിച്ച് ഇതിന് മുമ്പ് നിങ്ങൾ ആ അടുപ്പിൽ വെച്ചപ്പോഴും നിങ്ങൾ രണ്ടുപേരിൽ ഞാൻ ആറ്റിറ്റ്യൂഡ് കണ്ടു. അത് ടാസ്ക് ഒന്നുമല്ല പ്രധാനം, നമ്മൾ നന്നായിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു ബലമുണ്ട്. അത് കളയണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും ക്ലോസ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ തരത്തിൽ ഈ പ്ലാനിങ്, ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് അത് അദ്ദേഹം അങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്യും, അപ്പോൾ അതവിടെ നിൽക്കും. അപ്പോൾ പിന്നെ ശ്വേതാജി ഇല്ല, ഇവിടെ ആൾക്കാരില്ല, ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം എന്ന് പറയുന്ന ഫോക്കസ്, അത് ഈ പലപ്പോഴും പാവമാകുമ്പോഴും കുട്ടിയാകുമ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. ഇന്നസെൻസ് കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ പ്രധാനമാകുമ്പോൾ എപ്പോഴും നമ്മളെ ഇന്നസെൻസ് അല്ല സഹായിക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഗൗരവമായി കാണുന്നതിൻ്റെ, അതിലേക്കാവുന്നതിൻ്റെ, ശക്തി കൊടുക്കുന്നതിനും ഒക്കെ ആ ഭാവവും കൂടെ നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഓർമ്മയുള്ളത്, ഇപ്പോൾ ഞാനൊരു അമ്മയായതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മളെ കുഞ്ഞ് ആദ്യമായിട്ട് നടക്കുമ്പോൾ വീഴുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞാൽ ആ കുട്ടീനൊരു പേടിയാവും. നമ്മൾ അയ്യോ എന്ന് പറയാതെ ആ കുട്ടി ആദ്യം വീണ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നത് പേരൻറ്റിനെയാണ്, അമ്മേനെയാണോ അല്ലാതെ അച്ഛനാണ്. നോക്കുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ആ കുട്ടിയും അങ്ങനെ എണീറ്റിട്ട് കരയാതെ, വിശ്വാസമാണ് എല്ലാം. ഒരു വീഴ്ചയുടെ അല്ല, ഒരു വീഴ്ച എന്ന് പറയുമ്പോൾ ഒരു ശ്രമമാണ്. ആ ശ്രമത്തിനെ അയ്യോ എന്ന് പറഞ്ഞല്ല നമ്മൾ നേരിടേണ്ടത്. അത്ര എനിക്ക് പറയാനുള്ളത്. ഓക്കേ മാഷേ, ഇത് ഒട്ടാകെ കത്തുന്ന തീ അവിടെ ഉണ്ടാവില്ല, ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്. ഇനി ഇത്തിരി പൊള്ളി എന്താ സംഭവിക്കുക? ഇനി അഥവാ അവിടുന്ന് വീണു എന്താ സംഭവിക്കുക? മുൻകൂട്ടി തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഒരു തീവണ്ടി കയറുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അത് പാടില്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ജീവിതത്തെ കണ്ടാൽ സേഫായിട്ട് ഇരിക്കുക, ഒന്നും ചെയ്യാതെ ഇരിക്കാം. ഇതിലിപ്പം സാധാരണ എല്ലാവർക്കും അങ്ങേറ്റം ശല്യപ്പെടുത്തുന്ന ശ്വേത ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ശരിക്കും ഒരു ഹിൻഡ്രൻസ് പോലും ഇല്ല. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന എല്ലാ കാര്യങ്ങളുമാണ്. ആദ്യം ടാസ്കുകൾ ഇതുവരെ കിട്ടിയപ്പോൾ അന്യോന്യം തീരുമാനിക്കാൻ പോലും കുറച്ച് ടെൻഷനായി. അല്ലല്ല, ആദ്യം തീരുമാനിക്കാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ഒരുപാട് രണ്ട് കൈ യൂസ് ചെയ്യാൻ സമ്മതിച്ചു, അത്യാവശ്യം സംസാരിക്കാൻ അത് സമ്മതിച്ചു. ആ പ്രകടനാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളിൽ നേരിടാൻ കഴിയാതെ പോയി എന്നാണ് എനിക്ക് ഇന്ന് കിട്ടിയ പാഠം. ഷാഹുൽ റെഡിയാണ് ടാസ്ക് ചെയ്യാൻ, പക്ഷെ ആയിഷ ഗിവ് അപ്പ് ചെയ്യാൻ. ഷാഹുൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും അവനെ കാണുന്നില്ല എങ്കിൽ പോലും അവളെ കളി കണ്ടു കഴിഞ്ഞാൽ മതിയടി എന്ന് പറയുന്നത് സാരല്ല കുറച്ച് ഈ ടേക്കിംഗ് കെയർ കുറച്ച് കൂടുതൽ കൊടുത്തു പോയത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആവശ്യത്തിൽ വല്ലപ്പോഴൊക്കെ അന്യോന്യം, ഇനി പുരുഷൻ സ്ത്രീയെ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, അന്യോന്യം ശാസിക്കുന്നതും കൊള്ളാം. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഫുട്ബോൾ ടീമില് നല്ല പാവ കുട്ടി വന്നു കളിക്കുമ്പോ തെറ്റിച്ചാൽ നമ്മൾ പറയില്ലേ, നീ എന്താ അവിടെ ബോൾഡ് ആവ്, കുഴപ്പമില്ല എന്ന് പറയുന്ന തരത്തിലൊന്ന് പറഞ്ഞു കൊടുക്കില്ലേ? ആരുടെ കൂടെ ജീവിക്കുന്നു, ഏത് വീട്ടിൽ ജീവിക്കുന്നു, അത് മനസ്സിലാകലിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അശ്രുവാണെന്നാണ് ഞാൻ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് അവള് ബോൾഡ്നെസ് കാണിക്കുന്ന ബോൾഡ്നെസ് കാണിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് ടെൻഷനായി, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറ്റപ്പെടുത്തല്ല, കാരണം ഷാഹുൽ ആ പടി വെച്ചിട്ട് ഇപ്പൊ നമ്മള് സാധാരണ ഇതാണ് ഇവിടെയാണ്, ഇതിന് എത്ര എണ്ണം, ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നാൽ എത്ര അടി തെറ്റിച്ചില്ലല്ലോ. അപ്പൊ ഇനിഷ്യലി ആ ഒരു വെപ്രാളം കണ്ടപ്പോഴത്തേക്ക് ആയിഷ കയ്യിലെ പി മറന്നു, കളിയും മറന്നു, ഷാഹുലെ രക്ഷിക്കാൻ ഓടുമായിരുന്നു. അത് ആളുടെ നേച്ചർ ആയിരിക്കാം. പക്ഷെ ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല, ടേബിൾ മാറ്റിയിട്ടില്ല, ഇതിൽ ഞാൻ ഒരേ സ്ഥലത്ത്
ഇതിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവാൻ പറ്റില്ല. ഷാഹുലിൻ്റെ ആദ്യത്തെ ഒരു പരാജയം സംഭവിക്കുമോ എന്ന് തോന്നുന്ന നിലപാട് തന്നെ പരാജയപ്പെട്ടിട്ടില്ല. പരാജയം സംഭവിക്കാൻ തെറ്റിപ്പോയി എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളും പ്ലാനിങ്ങിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ. രണ്ടാളും ഒരാൾക്കുള്ളതല്ലത്, രണ്ടു പേർക്കുള്ള ഒരു പാഠമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മാഷെ എല്ലാവരും പറഞ്ഞ പോലെ ഇത് ഒരു ഗെയിമാണ്, കോമ്പറ്റീഷനാണ്. സോ നമുക്കൊരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ തന്നെ മാത്രമേ കാണാൻ പറ്റൂ. അതെ. ഓക്കെ, മാർക്സ്. ഷാജിദ 6.5. 6 marks. 5.5. 5. 6 marks. 5.5. 5. ഓക്കെ, 39.5 out of 70. വിജയ്ക്ക് ലഭിക്കാൻ പോകുന്ന മിർ റിയാൽറ്റേഴ്സിന് 1 കോടി രൂപയുടെ സമ്മാനമാണ്. ദിസ് ഇസ് ശ്വേത മേനൻ സൈനിങ് ഓഫ് ഓൺ ലുലു സെലിബ്രേറ്റ് വർദ്ധേല ഭാരത് സീസൺ 3 പവർഡ് ബൈ വിവൽ. ഗുഡ് നൈറ്റ്.